നമസ്കാരം. തമിഴ്നാട്ടിലെ നാഗർകോവിൽ നിന്നും കൊൽക്കത്തയിലെ ഷാലിമാറിലേക്ക് പോകുന്ന ഗുരുദേവ് എക്സ്പ്രസിന്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ഞങ്ങളിപ്പോൾ ആന്ധ്രാപ്രദേശിലെ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വൈകുന്നേരം 4:10. ട്രെയിൻ ഇപ്പോൾ ഇവിടെ 50 മിനിറ്റോളം വൈകിട്ടാണ് എത്തിയത്. ഇത് ഗുരുദേവ് എക്സ്പ്രസിന്റെ സ്ലീപ്പർ ക്ലാസ്സിൽ S8 ആണ്. ഞങ്ങൾ രാവിലെ മുതൽ തന്നെ ഇതിന്റെ അകത്തേക്കൊക്കെ ഒന്ന് കയറാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ ഒരു രക്ഷയില്ല, ഫുള്ള് ബ്ലോക്കാണ്. ഇവിടെ ഡോറിന്റെ ഈ ഒരു ഭാഗം വരെ പിന്നെയും വരാം. അതിൻ്റെ അകത്തേത്തെ ഒരു കാഴ്ചയൊക്കെ കുറച്ച് ഭയാനകം തന്നെയാണ്. കാരണം അത്രയും റഷാണ്. ഈ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റും അൺറിസർവ്ഡ് ടിക്കറ്റും എല്ലാവരും കൂട്ടത്തോടെ അതിൻ്റെ അകത്തുണ്ട്. 10 മിനിറ്റാണ് വിജയവാഡയിൽ ട്രെയിനിൽ സ്റ്റോപ്പ് ഉണ്ടായത്. അങ്ങനെ ഇതാ അവസാനം ഇവിടുന്ന് വണ്ടി എടുത്തു. സ്റ്റേഷൻ്റെ കോഡ് BZA എന്നാണ്. ഈ ട്രെയിനിൽ ഞങ്ങൾ 2 അപ്പർ ബർത്തുകളാണ് എടുത്തിട്ടുള്ളത്. ബാഗൊക്കെ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോ സ്റ്റേഷൻ എത്തുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ സ്ലീപ്പർ ക്ലാസിന്റെ കാര്യവും അതുപോലെ തന്നെ ഈ ട്രെയിനിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ പാർട്ടിൽ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റേഷൻ ചെയ്യുന്നില്ല. പിന്നെ ഉണ്ടല്ലോ, ഈ ട്രെയിനിൽ പാൻട്രി കോച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ കുപ്പിവെള്ളമില്ലേ, അതുപോലെ തന്നെ ഫുഡിന്റെ ഒരുപാട് ഈ ട്രേ ആയാലും അതിന്റെ ഒരുപാട് പ്രൊഡക്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഡോറിന്റെ ഭാഗത്താണ് ഇതിലേറ്റ് സ്റ്റാഫൊക്കെ കൊണ്ടുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡോറിന്റെ ഭാഗത്ത് നിൽക്കാനായാലും ഇനിയിപ്പം ടോയ്ലറ്റിന്റെ ഭാഗത്ത് അങ്ങോട്ടൊക്കെ നമുക്ക് നടന്നു പോകുമല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഓരോ കോച്ചിന്റെയും ഇതുപോലുള്ള ഡോറിന്റെ ഭാഗത്ത് ഓരോ സാധനങ്ങൾ കൊണ്ടുവെക്കും. ഇവിടെ ഉള്ളത് വെള്ളം കുപ്പികളാണ്. അപ്പോൾ ഈ ഒരു ഡോറൊന്നും തുറക്കാനേ പറ്റില്ല. ട്രെയിൻ ഇപ്പോൾ 130 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 5:28 ഏലൂരു സ്റ്റേഷനൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് രാജമഹേന്ദ്രവാരം, അതായത് രാജമുണ്ട്രിയാണ്. ട്രെയിൻ ഇപ്പോൾ ഒരു 40 മിനിറ്റോളം ഡിലേ ഉണ്ട്. അത് അവിടെ എത്തുമ്പോഴത്തേക്കും കുറയോ നമുക്ക് നോക്കാം. രാജമണ്ഡ്രി എത്തുന്നതിന് മുന്നേ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു നദി ക്രോസ് ചെയ്യും, ഗോദാവരി, അതായത് കൊവ്വൂർ ബ്രിഡ്ജ്. ഈ പാലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിന്റെ ആകെ നീളം 2.7 കിലോമീറ്റർ ആണ്. ഇതൊരു റെയിൽ കം റോഡ് ബ്രിഡ്ജാണ്. അതായത് മുകളിലൂടെ റോഡും താഴിലൂടെയാണ് റെയിലും കടന്നു പോകുന്നത്. അതായത് നമ്മളിപ്പോൾ വിജയവാഡയിൽ നിന്ന് വിശാഖപട്ടണം ഭാഗത്തേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ റെയിൽ കം റോഡ് ബ്രിഡ്ജ് വഴിയല്ല പോവുക. അതായത് നോർമലി ഉള്ളൊരു പാലം വഴിയാണ്. ഈ രാജമണ്ഡ്രി ഭാഗത്ത് നിന്ന് വിജയവാഡ ഭാഗത്തേക്ക് വരുമ്പോഴാണ് റെയിൽ കം റോഡ് ബ്രിഡ്ജ് വഴി വരാനായി സാധിക്കുക. ഗോദാവരി നദിയുടെ ഭാഗത്തേക്ക് ഇതാ ട്രെയിൻ എത്തി. അങ്ങ് ദൂരെയാണ് റെയിൽ കം റോഡ് ബ്രിഡ്ജ്. അവിടെ ഇപ്പൊ 6:30 ഈ കാണുന്ന ഇതില്ലേ, ഇത് പഴയ പാലാണ്. എല്ലാ ഭാഗത്തും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇതിലൂടെ പകലാണ് പോകേണ്ടത്. എന്നാൽ മാത്രമാണല്ലോ ആ ഒരു കാഴ്ചയും കൂടെ കാണാൻ പറ്റുക. നദി കഴിഞ്ഞിട്ടില്ല, അപ്പൊ പകുതിയായതേ ഉള്ളൂ. ഇതിപ്പോ റെയിൽ കം റോഡ് ബ്രിഡ്ജിലൂടെ താഴിലൂടെ ഒരു ട്രെയിൻ കൂടെ കടന്നു പോകുന്നുണ്ട്. ശരിക്കും ഈ ഒരു കാഴ്ച പകല് കിട്ടണമായിരുന്നു. പാലം കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്.
ഭാഗം കാണാൻ അടിപൊളിയാണ്. ആറ് 36 ട്രെയിൻ ഇപ്പോൾ രാജമഹേന്ദ്രവരത്തേക്ക് ഇതാ എത്തുകയാണ്. സ്റ്റേഷൻ്റെ പേര് രാജമുണ്ട്രി തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം കൂടെ വാങ്ങിക്കണം. ഇവിടെ പ്ലാറ്റ്ഫോം തന്നെ കാണും ചപ്പാത്തിയും ബിരിയാണിയും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നോക്കി വാങ്ങിക്കാം. റിസർവിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. ഇവിടെയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം ഇതാ വാങ്ങിച്ചിട്ടാ. 2 ചപ്പാത്തിയും 1 ചിക്കൻ ബിരിയാണിയും വാങ്ങിച്ച്. ഞങ്ങൾ ആദ്യം ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ട് ഭക്ഷണം വാങ്ങിക്കാനാണ് പ്ലാൻ ഉണ്ടായത്. പിന്നീടാണ് അത് മറന്നുപോയത്. പിന്നെ അവസാനം വിചാരിച്ച് സ്റ്റേഷനിൽ എത്തിയിട്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിക്കാണ്. 2 സെറ്റ് ചപ്പാത്തിയും 1 ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചപ്പാത്തിക്ക് 50 രൂപയാണേ ഈ ഒരു സെറ്റിനായത്. പിന്നെ ബിരിയാണി ഇതിന് 100 രൂപ. ഇത് കുറച്ചൊരു റൈസായിട്ട് കഴിക്കാനുള്ളൊരു ഇതുകൊണ്ടാണ് ഈ ചിക്കൻ ബിരിയാണി കൂടെ വാങ്ങിച്ചത്. അപ്പോൾ ഇതിന് എരിവൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കണം. ഇങ്ങനെയാണ് ബിരിയാണിയിലത്തെ പീസൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇത് എന്തോ ഗ്രേവിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ വെക്കാം. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ഇതിൻ്റെ വേസ്റ്റൊന്നും നമ്മുടെ ബെർത്തിലൊന്നും ആവാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരു പത്രമൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബിരിയാണി നമുക്ക് അവസാനം കഴിക്കാം. ആദ്യം ചപ്പാത്തി കഴിച്ച് ഇതായും തീർക്കാം. അപ്പോൾ നല്ല ചൂട് ചപ്പാത്തി തന്നെയാണ് കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കറി സോയാബീനാണേ. ചപ്പാത്തിക്ക് അടിപൊളി തന്നെയായിരുന്നു. ബിരിയാണി കഴിച്ചു തുടങ്ങി. ഇതിൻ്റെ റൈസിനാണെങ്കിൽ നല്ല എരിവാണ്. പിന്നെ ചപ്പാത്തിൻ്റെ കൂടെ തന്നെ റൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു മസാലക്കറി ആയിരുന്നു. 7:33 ട്രെയിൻ ഇപ്പോൾ സമൽകോട്ട് ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്നാണ് കാക്കിനഡയിലേക്ക് പോകാനുള്ളത്. ഇവിടുന്ന് 14 കിലോമീറ്റർ ആണ് കാക്കിനഡ പോർട്ടിലേക്കുള്ളത്. ഇതൊക്കെ സൗത്ത് സെൻട്രൽ റെയിൽവേ ആണ്. പിന്നെ ഉണ്ടല്ലോ ഇനി അടുത്തതാണ് വിശാഖപട്ടണം. ഈ തെലുങ്ക് അനൗൺസ്മെന്റ് ഒക്കെ നല്ല രസമാണ്. വണ്ടി ഇവിടെ നിന്ന് എടുക്കാനായി സിഗ്നൽ കിട്ടി. 9:51 ട്രെയിൻ ഇപ്പോൾ ഇതാ വിശാഖപട്ടണം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. ഇവിടുന്ന് ഇപ്പോൾ ചർലപ്പള്ളി ഷാലിമാർ ഈസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് എടുത്ത് പോയതേ ഉള്ളൂ. ഇനി നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് ലോക്കോ റിവേഴ്സിലൊക്കെ ഉണ്ട്. VSKP എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. ഈ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗം കണ്ട മൊത്തം വൃത്തികേടാണ്. വേസ്റ്റാണ് കൂടുതലും. അൺറിസർവ്ഡ് കോച്ചിൻ്റെ ഒരു കാഴ്ച ഇതാണ്. നല്ല തിരക്കാണേ. അവിടെ ലോക്കോമോട്ടീവ് ഓൾറെഡി വന്നു എന്നാ തോന്നുന്നത്. ഇതിലൊക്കെ എങ്ങനെയാണ് കൊൽക്കത്ത ഭാഗത്തേക്കൊക്കെ പോവുക? സ്ത്രീകളും കൊച്ചു കുട്ടികൾ വരെ ഉണ്ട്. ഇതൊരു തിരക്കാണെന്നൊക്കെ ഇവിടെ. ഇവിടുന്ന് നടന്ന് അവിടെ എത്താനാണ് ബുദ്ധിമുട്ട്. ഇവിടെ എല്ലാം ഭക്ഷണമൊക്കെ വിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ യാത്ര കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ബാഗൊക്കെയാണ് ഇവിടെ. സന്ത്രകാച്ചി ലോക്കോ ഷെഡിന്റെ WAP7 ആണ് ഇനി ഇവിടുന്ന് കപ്പിൾ ചെയ്യുന്നത്. പരിപാടികളൊക്കെ ഇവിടുന്ന് നടക്കുകയാണ്. ഇനി കൊൽക്കത്ത വരെ ഇതാണ്. വിശാഖപട്ടണം ജംഗ്ഷൻ എഴുതിയിട്ടുള്ള ഒരു ബോർഡൊക്കെ ഇവിടെ കാണാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇത് കപ്പിൾ ചെയ്താലും കുറച്ച് ടൈം എടുക്കും വണ്ടി എടുക്കാൻ. യെസ്, കപ്പിളായി. അപ്പോൾ ഒരു 20 മിനിറ്റോളം എന്തായാലും ഇവിടെ വണ്ടി നിൽക്കും. ഇനി സ്ലീപ്പർ ക്ലാസിന്റെ കാഴ്ച കാണുവാണെങ്കിൽ ഇതൊന്നും തുറക്കാനേ പറ്റുന്നില്ല.
അതിൻ്റെ അകത്ത് ആൾക്കാരൊക്കെ ബാഗൊക്കെ വെച്ച് ലോക്ക് ചെയ്തു. ഇവിടത്തേക്ക് പോകാൻ പറഞ്ഞു. ഈ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയ സമയത്ത് ഒരുപാട് പേര് പുറത്തേക്ക് ഇറങ്ങി. എന്നാലും ഇതേ കാണാം ഇവിടെ തിരക്ക്. ട്രെയിൻ ഇപ്പോൾ വലിയ ഡിലേ ഒന്നും ഇല്ല കേട്ടോ. ഈ വിശാഖപട്ടണത്തേക്ക് വരുന്ന ട്രെയിനുകൾക്കെല്ലാം ലോക്കോ റിവേഴ്സലിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഇവിടെ വരാതെ ബൈപ്പാസ് വഴി പോകുന്ന കുറച്ച് ട്രെയിനുകളൊക്കെ ഉണ്ട്. നമ്മുടെ എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ഇല്ലേ, അതൊക്കെ ദുവാഡയിലാണ് അതിന് സ്റ്റോപ്പ്. എന്നിട്ട് നേരെ സിംഹാചലം ആ ഒരു ബൈപ്പാസ് വഴിയാണ് ഇത് കടന്നു പോവുക. ഇനിയിപ്പം ഈ ട്രെയിൻ കടന്നു പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് വിജയനഗരം, ഭുവനേശ്വർ, കട്ടക്ക് വഴിയാണ്. ഇന്നത്തെ രാത്രിക്കത്തെ കാഴ്ചകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി നാളെ രാവിലെ മുതൽ കാണാം. രാവിലെ ഇപ്പോൾ 9 മണിയായേ. ഉറങ്ങെഴുന്നേക്കാൻ ഒരുപാട് ലേറ്റായി. ഉറങ്ങെഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ടാണ് രാവിലെ ഒരു വെളുപ്പിനൊരു 3 മണിക്കെല്ലാം പോയിട്ട് 2 തവണയാണ് പോയി ഛർദ്ദിച്ചത്. എന്താണെന്നറിയില്ല, ഭക്ഷണത്തിൽ എന്തോ ഒരു പ്രശ്നം പറ്റി. പക്ഷേ വലിയൊരു പ്രശ്നം ആവില്ല എന്ന് വിശ്വസിക്കാം. ഇപ്പോൾ കുറച്ചൊരു എനർജി കിട്ടി, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. ഞങ്ങളുടെ കയ്യിൽ ORS ഒക്കെ ഉണ്ട്, അതൊക്കെ കുടിച്ച് സെറ്റായി. ഇനിയിപ്പം കട്ടക്കും അതൊക്കെ കഴിഞ്ഞു. കാരണം കട്ടക്കിലെല്ലാം രാവിലെ ഒരു 5:30 ആകുമ്പോൾ എത്തിയതാണ്. ഞങ്ങൾ ആ സമയത്ത് തന്നെ അറിഞ്ഞ് പറ്റണ്ടേ, എഴുതേക്കാൻ പറ്റണ്ടേ. ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറക്കണമെങ്കിൽ ഈ ബാഗ് ആദ്യം കിട്ടി വെക്കണം. ഞങ്ങൾ വണ്ടിയിൽ കയറി ഉടനെ തന്നെ ആദ്യം ചെയ്യുന്ന ഇതാണ്, ഈ ഭാഗമില്ലേ ഇവിടെ ഈ ബാഗ് ഇതിലൂടെ വെച്ച് ഇതിലൂടെയൊക്കെ ആയിട്ടാണ് കെട്ടി വെക്കുന്നത്. കാരണം പലരും പറയും ആ സമയത്ത് ഒരു കട്ടർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊണ്ടുപോയി കൂടെയാണ്. അത് ശരിയാണ്, പക്ഷെ എന്നാലും ഒരു ചെറിയൊരു സേഫ്റ്റി അല്ലേ. ഈ കട്ടറൊക്കെ കയ്യിലില്ലാത്തവരത്തിനാണെങ്കിൽ ഇത് കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ താഴെയുള്ളവർ ഷാലിമാറിലേക്ക് പോകാനുള്ളവർ തന്നെയാണ്. ആ ഒരു പ്രതീക്ഷ, ഒരു വിശ്വാസം കൂടി ഉണ്ട്. ഒഡീഷയിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ ബലേശ്വർ 9:11. ഇവിടെ ഒരു മെമോ ട്രെയിനൊക്കെ കാണാം. മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി വന്നത്. B4 കോച്ചിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. 43ഉം 46ഉം ആണ് ഞങ്ങളുടെ ബെർത്ത് നമ്പറുകൾ. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇനിയിപ്പോൾ ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് വെസ്റ്റ് ബംഗാളിലാണ്, ഖടഗ്പൂർ ജംഗ്ഷൻ. ട്രെയിൻ ഇപ്പോൾ 1 മണിക്കൂർ 40 മിനിറ്റാണ് ഡിലേ ആയിട്ടുള്ളത്. ഇവിടെ രാവിലെ തന്നെ ക്ലീനിങ് ആണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു സ്റ്റേഷൻ തന്നെയാണല്ലേ. ഇനി അതുപോലെ തന്നെ ഇനി അടുത്ത ഈസ്റ്റേൺ റെയിൽവേന്റെ ഭാഗത്ത് കൂടെ കയറുന്ന സമയത്താണ് വണ്ടി ഡിലേ ആവുന്നത്. കാരണം പല സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചിട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് എത്ര മണിക്ക് ഷാലിമാർ എത്തുന്നത് നമുക്ക് നോക്കാം അല്ലേ. നിലവിലെത്തേണ്ടത് 12:30ക്കാണ്. പക്ഷേ ഈ വണ്ടി ഇപ്പം 2 മണിക്കൂർ ഡിലേ ആണ്. മിക്കവാറും എൻ്റെ ഒരു ഊഹം വെച്ച് പറയുവാണെങ്കിൽ മിക്കവാറും 2 മണിക്ക് എത്തുള്ളൂ. കാരണം കഴിഞ്ഞ ആഴ്ചയിലെല്ലാം എത്തിയത് അതേ സമയത്താണ്. രാവിലെ ഇപ്പോഴാണ് പല്ലൊക്കെ തേക്കുന്നത്. പിന്നെ ഈ ഭാഗത്തെ വൃത്തിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ടോയ്ലറ്റ് ആയാലും വാഷ് ഏരിയ ആയാലും ഇവർ നല്ല രീതിയിൽ തന്നെ വൃത്തിയൊക്കെ ആക്കുന്നുണ്ട്. ട്രെയിൻ ഇപ്പോൾ ജലേശ്വർ സ്റ്റേഷനിലെത്തിയേ. ഇതൊക്കെ ഒഡീഷ തന്നെയാണ്. ഈ നമ്മുടെ ട്രെയിനിൻ്റെ തൊട്ട് പുറകിൽ തന്നെ പുരി ഹൗഡ ശതാബ്ദി ഉണ്ട്. അപ്പോൾ അത് ഈ സ്റ്റേഷനിലേക്ക് ഒരു 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഇപ്പോൾ ഓവർടേക്ക് ചെയ്യും. ശതാബ്ദി അങ്ങനെ ഓട്ടിയടിച്ചു പോയി. നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ട്രെയിനിൽ നിന്ന് തന്നെ വൈദ്യസഹായമൊക്കെ കിട്ടും കേട്ടോ. ഒന്നുകിൽ റെയിൽ മതത്തിൽ കംപ്ലയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 139 വിളിക്കുക. ഈ റെയിൽവേൻ്റെ തന്നെ ഹെൽപ്പ് ലൈൻ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ മെസ്സേജ് അയക്കുക. അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാരൊക്കെ നമ്മുടെ ട്രെയിനിലേക്ക് തന്നെ വന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരും. പിന്നെ ഞങ്ങൾ ഇന്ന് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, കാരണം ഞങ്ങൾക്ക് അത്ര വലിയ ക്രിട്ടിക്കൽ സ്റ്റേജ് ഒന്നും അല്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ രാവിലെ തന്നെ കുറച്ച് ഛർദ്ദിച്ചു. അതിൻ്റെ ഒരു ക്ഷീണം മാത്രമാണുള്ളത്. ക്ഷീണം നല്ലോണം ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ് ORS. ഇത് ഇലക്ട്രൽ ORS ആണ്. ഞങ്ങൾ ഓൾറെഡി യാത്രയ്ക്ക് പോകുമ്പം കുറച്ച് ORS വാങ്ങിച്ച് വെക്കും. എന്നിട്ട് അത് ഈ ഒരു വെള്ളത്തിൽ കലക്കിയാൽ മതി. 1 ലിറ്റർ വെള്ളത്തിൽ ഈ ഒരു പാക്കറ്റ് മുഴുവനും കലർത്തി കുടിച്ചാൽ തന്നെ കുറച്ചൊരു ആശ്വാസം എന്തായാലും ഉണ്ടാവും. ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രശ്നം ഈ ഫുഡിൻ്റെ തന്നെയാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പരമാവധി സ്ട്രീറ്റ് ഫുഡൊക്കെ ഒഴിവാക്കുന്നത്. ഇനിയിപ്പം വലിയ ഭക്ഷണം നമ്മൾ ഈ യാത്രയിൽ കഴിച്ചില്ല, എന്നിട്ട് പോലും ഇതൊക്കെ വന്നില്ലേ. ഇതൊക്കെ വിൽക്കുന്നൊക്കെ വരുന്നുണ്ട്. ഇത് ഫുള്ള് ഉണ്ടോ അല്ലേ? ഫുള്ള് അല്ല, ഉണ്ടല്ലോ, കയ്യിലുണ്ടല്ലോ. അത് ഇട്ടോ ഏതായാലും. ഇത്രയും എന്തായാലും ഇടാം. വെള്ളമാണെങ്കിൽ വീണ്ടും ഒഴിച്ചോട്ടോ. എന്താ അല്ലേ, അല്ല രാത്രിയിലത്തെ ഓരോരോ അനുഭവങ്ങളല്ലേ. രാവിലെ എന്താ നീ ഇന്നലെ കിടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞത്? കട്ടക്കിലെത്തുമ്പോ എണീക്കണം. ആയിപ്പോയി, ഇതിനൊന്നും പറയാൻ പറ്റില്ല.
12:10 ട്രെയിൻ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ഖടഗ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. 7ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. ഇവിടെ 5 മിനിറ്റ് ഉണ്ട് ട്രെയിൻ സ്റ്റോപ്പ്. പിന്നെ ഇവിടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഭക്ഷണങ്ങളൊക്കെ വെക്കുന്നതൊക്കെ കാണാം. ഇവിടൊക്കെ ഉണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് സന്ത്രകാച്ചി. അത് കഴിഞ്ഞാൽ പിന്നെ ഷാലിമാറായി. വണ്ടി ആ ഒരു ഡിലേ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്തായാലും കൊൽക്കത്തയിൽ എത്തുമ്പം 2 മണിയെങ്കിലും മിനിമം ആവും. ഈ ഖടഗ്പൂർ റെയിൽവേ സ്റ്റേഷന് ഒരു കാലത്ത് വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നത് ഇവിടെയാണ്. ഇപ്പോൾ അത് 4ാം സ്ഥാനത്തേക്കാണ് ആയത്. 1ാമത് വരുന്നത് കർണാടകയിലെ ഹുബ്ബള്ളിയാണ്. 2ാമത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ. 3ാമത് നമ്മുടെ കേരളത്തിലെ കൊല്ലം. 4ാമതാണ് നിലവിലിപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഞാൻ നേരത്തെ ഒരു കാര്യം പറയണ്ടായി. അതായത് ഈസ്റ്റേൺ റെയിൽവേയിൽ കയറി കഴിഞ്ഞാൽ വണ്ടി ഒരുപാട് ഡിലേ ആവും. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഈസ്റ്റേൺ റെയിൽവേയിൽ കയറിയിട്ടില്ല. കൊൽക്കത്ത ഭാഗത്തേക്ക് എത്തുന്ന സമയത്താണ് കയറുക. കാരണം വെച്ചാൽ കൊൽക്കത്ത ഭാഗം എന്ന് വെച്ചാൽ ഈ ഹൗറയിലേക്കും സിയാൽദ ഭാഗത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ട്രാഫിക് ആണ്, നല്ല രീതിയിൽ തിരക്കാണല്ലോ. അതുകൊണ്ടാണ് വണ്ടി ഡിലേ ആവുന്നത്. കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഈ ഖടഗ്പൂർ ഭാഗത്ത് വരുന്നത് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ സോണിന്റെ കീഴിലാണ്. ഈ ഭാഗത്ത് ഡിലേ ആവാൻ മുഖ്യ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഈ ഗുഡ്സ് വണ്ടികൾ പോകുന്നുണ്ട് ഈ കൽക്കരി ആയിട്ട് ജാർഖണ്ഡ് ഭാഗത്തേക്കൊക്കെ. അപ്പോൾ ഈ ഒരു 2 കാരണങ്ങൾ കൊണ്ടാണ് ഇതുവഴി പോകുന്ന ദീർഘദൂര വണ്ടികൾക്ക് ഡിലേ ആയില്ലെങ്കിൽ കൂടി ഇവിടെ എത്തുമ്പോൾ ഡിലേ ആവുന്നത്. ഇവിടെ ഖടഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്ത് സ്റ്റേഷന്റെ കോഡ് KGP എന്നാണ്. 12:14 ഇപ്പോൾ. ട്രെയിൻ യാത്രയിൽ ഒരാളുടെയും ശല്യമില്ലാതെ നമുക്ക് സുഖമായിട്ട് കടക്കാൻ പറ്റിയ ബെർത്ത് ഉണ്ടെങ്കിൽ അത് അപ്പർ ബെർത്തും സൈഡ് അപ്പുറം ആയിരിക്കും. ഇപ്പം നമുക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ലോവർ ബെർത്തോ മിഡിൽ ബെർത്തോ സൈഡ് ലോവറിനും കിട്ടിയിട്ടുണ്ടെങ്കിൽ സൈഡ് അപ്പറിലത്തെ ആൾക്കാർ താഴെ വന്ന് ഇരിക്കും. ഇനിയിപ്പം മിഡിൽ ബെർത്താണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലോവർ ബെർത്തിലെ ആൾ വന്ന് പറയും പകൽ സമയമാണ് അത് താത്ത വെക്കാൻ പറയും. ഇനിയിപ്പോൾ ലോവർ ബെർത്താണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയും മിഡിൽ ബെർത്തിൻ്റെ ആൾ പറയും അത് താത്ത വെക്കണം എന്ന് പറയും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ദൂരെ യാത്രയിൽ കൂടുതലും ട്രെയിനിൻ്റെ അപ്പർ ബെർത്ത് തന്നെയാണ് ചൂസ് ചെയ്യാറുള്ളത്. അത് ഞങ്ങൾക്ക് ഏറ്റവും ഒരു അനുഗ്രഹം തന്നെയാണ് എല്ലാ സമയത്തും കിട്ടാറുള്ളത്. നവീനൊക്കെ ഇവിടെ ഇപ്പോൾ കടന്നുറങ്ങുകയാണ്. ട്രെയിൻ ഇപ്പോൾ അന്തുൾ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇവിടുന്നാണ് വിവേക് എക്സ്പ്രസും അരുണോ എക്സ്പ്രസും ഒക്കെ വേറൊരു റൂട്ടിലേക്ക് പോകുന്നത്, അതായത് ദാങ്കുനി. നമ്മൾ നേരെ ഇനിയിപ്പോൾ സന്ത്രകാച്ചിയിലേക്ക് ലക്ഷ്യമാക്കി പോവുകയാണ്. ട്രെയിൻ ഇപ്പോൾ സന്ത്രകാച്ചി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തി. എറണാകുളത്ത് നിന്ന് കയറിയ തിരക്കാണ്. കാലിയാവുന്നത് സന്ത്രകാച്ചിയിൽ നിന്നാണ്. 2:57 സന്ത്രകാച്ചിയിൽ നിന്ന് ട്രെയിൻ എടുത്തു. ഇവിടുന്ന് ഹൗറയിലേക്ക് 7 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഹൗറയിലേക്ക് പോകേണ്ടവർക്കൊക്കെ ഇവിടെ ഇറങ്ങാം. നമുക്കെന്തായാലും ഹൗറയിലേക്ക് തന്നെയാണ് പോകേണ്ടത്. പക്ഷേ ഞങ്ങളൊരു ഫുൾ ജേണി ആണല്ലോ, അതുകൊണ്ട് ഷാലിമാർ എത്തിയിട്ടേ അവിടെ നിന്ന് പോകുന്നുള്ളൂ. ഇത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ശരിക്കും പറഞ്ഞാൽ കൊൽക്കത്തയിൽ അധികം സൗകര്യമൊന്നുമില്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ് സാന്ത്രകാച്ചി. ഞങ്ങൾ വിവേക് എക്സ്പ്രസ് കയറാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ഇഷ്ടപ്പെട്ടില്ല. സന്ത്രകാച്ചിക്കും ഷാലിമാറിനും ഇടയിലുള്ള ഒരു സ്റ്റേഷനാണ്. ഇവിടെയൊക്കെ വീടുകളാണേ. ചെറിയ ഷെഡാണ് കൂടുതലും. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ നിറച്ചും വേസ്റ്റാണ്. ഷാലിമാറിലേക്ക് ഏകദേശം എത്താനായി. തമിഴ്നാട്ടിലെ നാഗർകോവിൽ നിന്നും 2578 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ കൊൽക്കത്തയിലെ ഷാലിമാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 3:13 ഇപ്പോൾ. ഇതാണ് ഷാലിമാർ റെയിൽവേ സ്റ്റേഷൻ. ഇത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ സ്റ്റേഷന്റെ നവീകരണമൊക്കെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. 12:50 എത്തേണ്ട വണ്ടിയാണ്. ഇപ്പം 3:18. ഇനി ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. എന്നിട്ട് ഹൗഡയിലേക്ക് പോവാം. ബസ്സൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് ബസ് ഉണ്ടാവും, ഷെയർ വണ്ടിയൊക്കെ ഉണ്ടാവും. നമുക്ക്
സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയാലേ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സ്റ്റേഷൻ്റെ കോഡ് SHM എന്നാണ്. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു സ്റ്റേഷൻ. കാരണം കൊൽക്കത്തേൻ്റെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളുടെ തിരക്കൊക്കെ അറിയാലോ അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തിരക്ക്. പിന്നെ വരുന്നത് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. അധികം ആൾക്കാർ വരുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം. കാരണം ഹൗറയിലേക്ക് പോകേണ്ട ആൾക്കാരൊക്കെ സന്ത്രകാച്ചിയിൽ ഇറങ്ങി. അത് തന്നെയാണ്. ഇത് 1 നമ്പർ പ്ലാറ്റ്ഫോമാണ്. ചർലപ്പള്ളി ഷാലിമാർ ഈസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് ആണ് കേൾക്കുന്നത്. അതിവിടെ എത്തണത്രേ. സ്റ്റേഷൻ ഇവിടെയൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയൊക്കെയാണ്. ഇതിലൂടെയാണ് ഇനി എക്സിറ്റ്. ഷാലിമാർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയേ. ഇവിടെ ഒരു മന്ദിരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അവിടെ ഷാലിമാർ എന്നൊക്കെ എഴുതിയത് കാണാം. ഇവിടുന്ന് കൂടുതലും ഷെയർ വണ്ടികളാണ്. നമുക്ക് നല്ല ഷെയർ വണ്ടിക്ക് തന്നെ പോകാൻ നോക്കാം. ബസ്സൊന്നും കാണുന്നില്ല. ഇവിടെ നിന്നൊരു ഷെയർ വണ്ടി കിട്ടി. ഒരാൾക്ക് 40 രൂപയാണ്. എന്തായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ എത്തും. ഞങ്ങൾ അന്ന് വന്ന സമയത്തും ഇവിടുന്ന് ഷെയർ വണ്ടിയിൽ തന്നെയാണ് പോയത്. അന്ന് പെരും മഴയുണ്ടായിരുന്ന സമയമാണ്. അങ്ങനെ നല്ല കാലാവസ്ഥ തന്നെയാണ്. ഇതിലൂടെയൊക്കെയാണ് പോകുന്നത്. ഇതിലേക്കൂടെ കൂടുതലും വലിയ വലിയ ലോറികളാണ്. ശരിക്കും നിങ്ങൾ ഹൗഡ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ഷാലിമാറിൽ വന്ന് പോകേണ്ട ഒരു കാര്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ്. സന്ത്രകാച്ചിയിൽ ഇറങ്ങുന്നതന്നെയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ സ്റ്റേഷനൊക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരാമെന്നല്ലാതെ നമ്മുടെ സമയമാണല്ലോ പോകുന്നത് വെറുതെ. പിന്നെ ആ മുകളിലൂടെ ഒരു റോഡൊക്കെ കാണാം. അങ്ങനെ ഇതാ ഒരു പ്രധാനപ്പെട്ട റോഡിലേക്ക് കയറുകയാണ്. റോഡ് വളരെ വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ നല്ല പൊടി. ഇവിടെ നിൽക്കുക, നല്ല റോഡായി. ശരിക്കും നമ്മൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ, ബസ്സും ഇതുപോലെയുള്ള ഷെയർ വണ്ടിയില്ലേ, ഇതൊക്കെയാണ് ബെറ്റർ ഓപ്ഷൻ. ഒരു പട്ടിക്കുട്ടി ചെറിയ പൈസയല്ലേ ഉള്ളൂ. ഹൂഗ്ലി നദിയാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ നദിയുടെ സമീപത്തു കൂടി തന്നെയാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം വരെ പോകാനുള്ളത്. ഈ ഭാഗത്ത് ഒരുപാട് ധാബകളൊക്കെ ഉണ്ട്. വൈകുന്നേരം നടക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ വരെയാണ് നമുക്ക് ഈ ഷെയർ വണ്ടികളെല്ലാം ഇവിടം വരെ വരുള്ളൂ അല്ലേ? അപ്പോൾ ഇനി അത്രയേ ഉള്ളൂ. ഇവിടെ തന്നെയാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ. നടന്നിട്ട് പോവാം. അതായത് ഷെയർ വണ്ടി കൊണ്ടുവന്ന് ഇറക്കുന്നത് ഹൗറ റെയിൽ മ്യൂസിയത്തിൻ്റെ ഈ ഒരു ഭാഗത്താണ്. ഞങ്ങൾ എന്തായാലും ഇവിടത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം കയറുന്നില്ല. ഈ യാത്രയിൽ തന്നെ ഞങ്ങൾ എന്തായാലും ഇവിടെ വരും. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഷാലിമാറിന്ന് കൊറമടൽ ഇറങ്ങിയിട്ട് ഇതേപോലെ ഷെയർ വണ്ടിയാണ് വന്നത്. അന്ന് പെരും മഴയാണ് ഉണ്ടായത്. ഇവിടെ നിന്നൊക്കെ നനഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അന്നത്തെ കാലാവസ്ഥയും ഇന്നത്തെ കാലാവസ്ഥയും എത്രയോ വ്യത്യസ്തമാണ്. ഇതിലൂടെ ഷെയർ വണ്ടിക്ക് മാത്രമാണ് പോവാൻ പറ്റാത്തത്. ബാക്കിയെല്ലാ വണ്ടിയും പോകുന്നുണ്ട്. ഇവിടെ പഴയ ഒരു ലോക്കോമോട്ടീവൊക്കെ കാണാം. ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ റെയിൽവേ സ്റ്റേഷനായ ഹൗറ ജംഗ്ഷൻ. ഇവിടെ ആകെ 23 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. സ്റ്റേഷൻ ഇവിടെ തന്നെ നോക്കിയാൽ പ്രശസ്തമായ ഹൗറ ബ്രിഡ്ജ് കാണാം. പിന്നെ കൊൽക്കത്തയുടെ ഐക്യാൻ യെല്ലോ ടാക്സി. പിന്നെ ഇതിലൂടെയൊക്കെ ഇപ്പം നടക്കുന്ന സമയത്ത് റൂം വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ ചെറിയൊരു ലോക്കോമോട്ടീവ് ഒക്കെ ഉണ്ട്. ഫെറി ഘട്ട് ഹൗറ, അതായത് ഹൂഗ്ലി നദിയിലൂടെ ഫെറിയിലേക്ക് പോകാം. പിന്നെ ഹൗറ റെയിൽവേ സ്റ്റേഷൻ മറ്റൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ വണ്ടിയൊക്കെ എടുത്തിട്ട് പോകാം. അതിന് പോകാൻ പറ്റുന്നത് ഇതിലൂടെയാണ്. ഞങ്ങൾ നേരെ ഇതുവഴി നടക്കുകയാണ്. തൊട്ട് മുന്നിലാണല്ലോ ഹൗറ പാലം.
ശരിക്കും യാത്രക്കിടയിൽ ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലോ, ശരിക്കും പറഞ്ഞാൽ യാത്ര പോയി തന്നെ പറയാം. ശരിക്കും ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. അപ്കമിങ് യാത്രയ്ക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ പോട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് സിലിഗുരി ഭാഗത്തേക്കാണ്. കൊൽക്കത്തയിലെ സിയാൽദ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രി 10 മണിക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ NJPയിലേക്കുള്ള കിടിലൻ യാത്രയാണ് അടുത്ത ദിവസം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം കണ്ടുവരുന്നതായിരിക്കും. ബൈ.